നമസ്കാരം, ഞാൻ നാസർ പന്നാട്. ചാനൽ 5+ലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ഒരു കൂടോത്രത്തെക്കുറിച്ചാണ്. KPCC പ്രസിഡൻറ്റ് കെ സുധാകരൻ്റെ വീട്ടിലും ഓഫീസിൽ നിന്നും തിരുവനന്തപുരത്ത് ഓഫീസിൽ നിന്നും കണ്ണൂർ ഓഫീസിൽ നിന്നൊക്കെ ആയിട്ട് കൂടോത്രം കുഴിച്ചെടുക്കുകയും ഒക്കെ ചെയ്ത് നമ്മളൊക്കെ ചാനലിൽ കണ്ടു. നമ്മൾ ഇന്ന് അതിനെക്കുറിച്ചല്ല ചർച്ച. CPMന് ആരോ കൂടോത്രം ചെയ്തോ എന്നാണ് നമ്മുടെ ചോദ്യം. പാർട്ടി ഗുണ്ടകൾക്ക് PSC പരീക്ഷാ പേപ്പർ ചോർത്തി കൊടുത്തും BCom പാസ്സാവാത്തതിന് MComന് അഡ്മിഷൻ നൽകിയെന്നൊക്കെ പഴയ കഥയാണ്. ഇപ്പോൾ അതൊക്കെ മാറിയിട്ട് PSC മെമ്പർ സ്ഥാനം എങ്ങനെ ചുളിവിൽ സംഘടിപ്പിക്കാം എന്നതാണ് ചർച്ച. പിണറായി ഭരണത്തിൽ PSC മെമ്പർമാർക്ക് വിലയിടുന്നത് ഇതാദ്യമായിട്ടൊന്നുമല്ല. നേരത്തെ NCPക്ക് നൽകിയ PSC മെമ്പർക്ക് 50 ലക്ഷം രൂപ ആവശ്യപ്പെട്ടത് വാർത്തയായിരുന്നു. പാർട്ടി അനുഭാവിയായ കോഴിക്കോട്ടെ ഒരു ഹോമിയോ ഡോക്ടർക്കും ഒരു ചെറിയൊരാഗ്രഹം, ഒരു PSC മെമ്പറൊക്കെ ആയാലോ. സൂപ്പർ മുഖ്യമന്ത്രി മരുമകൻ കോഴിക്കോട് തന്നെ ഉള്ളപ്പോൾ പിന്നെ എന്തിനാണ് അമാദിക്കുന്നത്? മന്ത്രിയുടെ കൂടെ ഒട്ടിപ്പിടിച്ചും കെട്ടിപ്പിടിച്ചൊക്കെ നടക്കുന്ന നമ്മുടെ ഏരിയ കമ്മിറ്റി അംഗം പ്രമോദ് കോട്ടൂളിയെ ഈ ഡോക്ടർ സങ്കടം അറിയിച്ചു. അതിനെന്താ, നമ്മൾ റിയാസ് മോഹൻ ഇല്ലേ, നമുക്കത് ശരിയാക്കി തരാം, ഇച്ചിരി ചിലവുണ്ട്, ഒരു 66 ലക്ഷം. എൻ്റെ സിനിമയിലൊക്കെ പറയുന്ന പോലെ കോട്ടൂലി സഖാവിന് കാര്യം വളരെ നിസ്സാരം. 1/3 അഡ്വാൻസായി കൊടുത്തു, വെറും 22 ലക്ഷം രൂപ. പാവം ഡോക്ടർ ചുവന്ന ബോർഡ് വെച്ച കാറിൽ യാത്ര ചെയ്യുന്നതും ഉദ്യോഗാർത്ഥികളെ ഇൻ്റർവ്യൂ ചെയ്യുന്നതുമൊക്കെ വേണ്ടപ്പെട്ടവർ സല്യൂട്ട് അടിക്കുന്നതൊക്കെ സ്വപ്നം കണ്ടുകൊണ്ട് അങ്ങനെ ദിവസങ്ങൾ തള്ളി നീക്കി. ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളൊക്കെ ആയി. കാര്യം നടക്കുകയില്ല എന്ന് ഉറപ്പായപ്പോൾ ഡോക്ടർ ദമ്പതികൾ പണം തിരികെ ചോദിച്ചു വലഞ്ഞതല്ലാതെ പണം മാത്രം കിട്ടിയില്ല. പാർട്ടി സഖാക്കളോട് പരാതി പറഞ്ഞു. ജില്ലാ കമ്മിറ്റിയിൽ രേഖാമൂലം എഴുതി കൊടുത്തു. എല്ലാം വെറുതെയായി. മണി കെട്ടാൻ ഒരുപാട് പൂച്ചകൾ ഉള്ളത് കൊണ്ടായിരിക്കാം ഏത് പൂച്ചക്ക് മണി കെട്ടും, ആര് മണി കെട്ടും? മണി കെട്ടാൻ മടിയിൽ കനമില്ലാത്തവൻ ആരുണ്ട്? അവസാനം നീറ്റ് ചോദ്യപേപ്പർ പോലെ കാര്യം അങ്ങാടിപ്പാട്ടായി. മുഖം രക്ഷിക്കാൻ മന്ത്രി റിയാസ് പരാതി നൽകി. പരാതി ആർക്ക് നൽകി? പോലീസിനാണോ അതോ പാർട്ടി കോടതിക്കാണോ എന്ന് മാത്രം അറിയില്ല. മുൻ DYFI നേതാവും കഥാകൃത്ത് കൂടിയായ മനു തോമസിൻ്റെ സ്വർണം പൊട്ടിക്കൽ വിവാദം കെട്ടടങ്ങിയിട്ടില്ല. EP ജയരാജൻ്റെ ദല്ലാൽ നന്ദകുമാറും BJP നേതാക്കളുമായുള്ള അവിശുദ്ധ കൂട്ടുകെട്ടിൻ്റെ അലയൊലികൾ പാർട്ടി കമ്മിറ്റിക്കുള്ളിൽ തന്നെ ചൂടേറിയ ചർച്ച നടന്നുകൊണ്ടിരിക്കെ ഈ വെട്ടിയ, അതായത് P ജയരാജൻ്റെ എതിരെ സ്വർണം പൊട്ടിക്കൽ വിവാദവുമായി മനു തോമസ് രംഗത്തിറങ്ങിയിരിക്കുന്നു. വിദേശ രാജ്യങ്ങളിൽ നിന്നും കള്ളക്കടത്ത് സ്വർണം കൊണ്ടുവരുന്ന സ്വർണം വഴിയിൽ തടഞ്ഞു വെച്ച് അപഹരിക്കുന്നതും P ജയരാജൻ്റെ സേനാംഗങ്ങളായ തില്ലങ്കേരിയും കൂട്ടരുമാണെന്ന് CPMൻ്റെയും DYFIയുടെയും പ്രമുഖ നേതാക്കൾക്ക് സ്വർണം പൊട്ടിക്കൽ പരിപാടിയിൽ പങ്കുണ്ടെന്നും മനു തോമസ് വെളിപ്പെടുത്തി. പാർട്ടി വേദികളിൽ മനു തോമസ് രേഖാമൂലം പരാതി നൽകിയിട്ടും പാർട്ടി അത് മുഖവിലക്കെടുക്കാതെ മനു തോമസിനെ പുറത്തേക്കും പരാമർശ വിധേയന ഉന്നത സ്ഥാനങ്ങൾ നൽകുകയും ചെയ്യുകയാണ് ചെയ്തതെന്ന് മനു തോമസ് പറയുന്നു. മാത്രമല്ല, ഫസലിൻ്റെയും ശുക്കൂറിൻ്റെയും TP ചന്ദ്രശേഖരൻ്റെയും ഒക്കെ കൊലപാതകം വിപ്ലവമല്ല വൈകൃതമാണെന്നും മനു തോമസ് തുറന്നു പറഞ്ഞു. ആരോപണങ്ങൾക്ക് മറുപടി പറഞ്ഞു തുടങ്ങിയ ജയരാജനും സൈബർ സഖാക്കളും സംഗതി കൈവിട്ടു പോകുമെന്ന് കണ്ടപ്പോൾ മനു തോമസിനെതിരെയുള്ള ഒടിയമ്പുകൾ തൽക്കാലം നിർത്തിവെച്ച് സ്വയം മാളത്തിലേക്ക് ഉൾവലിയുന്നതാണ് കണ്ടത്. മനു തോമസിനെ ഇനിയും പ്രകോപിപ്പിച്ചാൽ പല മുഖംമൂടികൾ കൂടി അഴിയുമെന്ന് CPMന് നന്നായി അറിയാം. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലെ ദയനീയ തോൽവിയും വീണയും EDയും മനു തോമസും പിന്നെ ബാലൻ സഖാവിൻ്റെ ബാലൻസ് തെറ്റിയ കോമഡിയും എല്ലാം കണ്ട് തലയിൽ മുണ്ടിട്ട് പോലും നടക്കാൻ കഴിയാത്ത സമയത്താണ് ഇടി വെട്ടിയവൻ്റെ കാലിൽ പാമ്പ് കടിച്ചതുപോലെ പ്രശ്നം കൈവിട്ടു പോയപ്പോൾ പാർട്ടി കോടതിയും ഒക്കെ ഇടപെട്ട് പാർട്ടിക്ക് സ്വന്തമായ നിയമങ്ങളും കോടതിയും ജഡ്ജിയും ജയിലും ഇടിമുറിയും ഒക്കെ ഉള്ളപ്പോൾ പിന്നെ എന്തിനാണ് കേരള പോലീസ്? കണ്ണിൽ പൊടിയിടാൻ ഒരു 4 അംഗ സമിതിയെ വെക്കുകയും വിചാരണയും സാക്ഷി വിസ്താരവും കഴിഞ്ഞ് 22 ലക്ഷം അല്ലേ വാങ്ങിയിട്ടുള്ളൂ. അതങ്ങ് തിരിച്ചു കൊടുത്താൽ പ്രശ്നം തീർന്നു. ഇവിടെ തമ്പ്രാക്കന്മാർ കോടികൾ വാങ്ങുമ്പോൾ ഈ ചെറിയ നയാ പൈസ വാങ്ങി പാർട്ടിയുടെ മുഖം വികൃതമാക്കരുത് എന്നാണ് നമ്മുടെ കക്ഷിയോട് പറയാനുള്ളത്. കിട്ടേണ്ടത് കിട്ടിയപ്പോഴും കൊടുക്കേണ്ടത് കൊടുത്തപ്പോഴും എല്ലാവർക്കും സന്തോഷമായി. പരാതിയില്ല,
പരിഭവമില്ല, ഇനി കേസുമില്ല, അന്വേഷണവുമില്ല, എല്ലാം ശുഭം. പക്ഷെ ആരോ CPM വിടാതെ പിന്തുടരുന്നുണ്ട്. വല്ല കൂടോത്രവും മറ്റും ചെയ്തതാണോ എന്നറിയാൻ നമ്മുടെ രാജ്മോഹൻ ഉണ്ണിത്താനെ എങ്ങാനും ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ, കുഴിച്ചിട്ട വല്ല കൂടോത്രമുണ്ടെങ്കിൽ അത് മാന്തിയെടുത്ത് ചുട്ട കോഴിയെ പറപ്പിക്കുന്ന മഹാസിദ്ധ്യനെ തന്നെ അദ്ദേഹം ചിലപ്പോൾ, പാർട്ടിയൊക്കെ വ്യത്യാസമാണെങ്കിലും അദ്ദേഹം ചിലപ്പോൾ ഏർപ്പാടാക്കി തരാൻ സാധ്യതയുണ്ട്. CPM അങ്ങനെ കൂടെ ഒന്ന് ചിന്തിക്കണം. കാരണം ഓരോ ദിവസവും പുതിയ പുതിയ പ്രതിസന്ധിയിലേക്കാണ് CPM കടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി ഒരു സിദ്ധനെ തന്നെ ശരണം.